ഓം ശ്രീ ഗുരുഭ്യോ നമ. അമ്മ യൂറോപ്പിൽ ദർശനം കൊടുക്കുന്ന സമയം 3 കൊച്ചു പെൺകുട്ടികളുമായി ഒരു പിതാവ് വന്നു. ഒരിക്കൽ നല്ല ജോലി ഉണ്ടായിരുന്ന വ്യക്തി ഇപ്പോൾ ജോലിയില്ല. ഫീസ് കൊടുക്കാൻ വയ്യാത്തതുകൊണ്ട് കുഞ്ഞുങ്ങളുടെ പഠനവും നിർത്തേണ്ടി വന്നു. വാട് കൊടുക്കാൻ പോലും വിഷമം. ആഹാരം കഴിച്ചു പോകുന്നു എന്ന് മാത്രം. തൻ്റെ ഈ വിഷമതകൾ അമ്മയ്ക്കരികിൽ നിൽക്കുന്ന സ്വാമിജിയോട് പറഞ്ഞ ശേഷം അദ്ദേഹം പറഞ്ഞു, സ്വാമിജി, എനിക്കൊരു ആൺകുട്ടി കൂടി വേണമെന്ന് ആഗ്രഹമുണ്ട്. സ്വാമിജി അത് കേട്ട് തരിച്ചുപോയി. ഈ വിഷമതകൾക്കിടയിൽ ഒരു ആൺകുഞ്ഞു കൂടി പിറന്നാലത്തെ അവസ്ഥ എന്തായിരിക്കും എന്ന് സ്വാമിജി അദ്ദേഹത്തോട് തുറന്നു ചോദിച്ചു. ഈ സമയം ദർശനം കൊടുത്തുകൊണ്ടിരുന്ന അമ്മ തിരിഞ്ഞു നോക്കി ചോദിച്ചു, എന്താ രണ്ടുപേരും കൂടി സംസാരിക്കുന്നത്? സ്വാമിജി പറഞ്ഞു, അദ്ദേഹം ചോദിച്ചതിന് ഉത്തരം കൊടുക്കുകയായിരുന്നു അമ്മേ. അമ്മ തിരക്കി, ചോദ്യം നിന്നോടാണോ അതോ എന്നോടാണോ? സ്വാമിജി പറഞ്ഞു, അമ്മയോടാണ് ചോദ്യം. പിന്നെ എന്തിന് മോൻ ഉത്തരം പറയുന്നു? സ്വാമിജി പറഞ്ഞു, ഇത് വളരെ നിസ്സാരമായ പ്രശ്നമാണ് അമ്മേ, അതുകൊണ്ട് അമ്മയെ അത് പറഞ്ഞ് വിഷമിപ്പിക്കണ്ട എന്ന് കരുതി. അതിനുശേഷം ഭക്തന്റെ പ്രശ്നം അദ്ദേഹം പറഞ്ഞു. അമ്മ ഉടൻ ആ ഭക്തനോട് പറഞ്ഞു, മോൻ വിഷമിക്കണ്ട, അമ്മ സഹായിക്കാം, സങ്കല്പിക്കാം, മോന് ഒരു ആൺകുട്ടി ഉണ്ടാകും. സ്വാമിജി തരിപ്പോടെ അമ്മ പറഞ്ഞ കാര്യം അദ്ദേഹത്തോട് പറഞ്ഞു. അതീവ സന്തോഷത്തോടെ അദ്ദേഹം സ്ഥലം വിടുകയും ചെയ്തു. 2 വർഷം കഴിഞ്ഞു. അമ്മയുടെ യൂറോപ്പ് സന്ദർശന സമയം. ആ സമയത്ത് ആ ഭക്തൻ ഒരു കുഞ്ഞ് ആൺകുട്ടിയുമായി വന്നു. സ്വാമിജി കരുതി ഇപ്പോൾ അയാൾ ഏറെ കഷ്ടപ്പാടിലായിരിക്കും. പക്ഷെ അദ്ദേഹം ഇപ്പോൾ വളരെ സന്തുഷ്ടനാണ്, നല്ല ജോലിയുണ്ട്. അമ്മയോട് അദ്ദേഹം ഏറെ നന്ദി പറഞ്ഞു. അമ്മ ആശ്ലേഷിച്ച് അനുഗ്രഹിച്ച് അച്ഛനെയും കുഞ്ഞിനെയും യാത്രയാക്കി. അതിനുശേഷം അമ്മ അടുത്ത് നിന്ന സ്വാമി മോനോട് പറഞ്ഞു, മോനെ, ആ മോന് ഒരാൺകുട്ടി വേണമെന്ന് വലിയ ആഗ്രഹമാണ്. അത് സാധിക്കാതെ വന്നപ്പോൾ നിരാശയായി. അത് ജോലിയെ മെല്ലെ ബാധിച്ചു. ഒടുവിൽ ജോലി ചെയ്യാതെയായി. പണത്തിന് ബുദ്ധിമുട്ടുമായി, ദുരിതങ്ങളായി. അമ്മ ആ മോൻ്റെ ആഗ്രഹം സാധിച്ചു കൊടുത്തു. അപ്പോൾ അവൻ്റെ പഴയ ഉത്സാഹം വീണ്ടും കിട്ടി. വിഷാദം പറന്നു. എല്ലാം പഴയതുപോലെയായി. നമഃശിവായ. മറ്റുള്ളവർ അവർ കാണുന്ന പ്രശ്നങ്ങൾക്കാണ് ഉത്തരം നൽകുന്നത്. ത്രികാലജ്ഞയായ അമ്മയാകട്ടെ പ്രശ്നങ്ങളുടെ കാരണമായ കാണാത്ത കാരണങ്ങളെ അറിഞ്ഞ് അതിനുള്ള പരിഹാരം വഴി നമുക്ക് കാണിച്ചു തരുന്നു. അതുകൊണ്ട് തന്നെ അത് ഫലവത്താവുന്നു. കണ്ണടച്ച് അമ്മയെ വിശ്വസിക്കാനും ആ വാക്കുകൾ അനുസരിക്കാനും നമുക്കാകട്ടെ. അതിനുള്ള വിവേകവും ഉറപ്പും അമ്മ തന്നെ നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ.